Hi, hello dear friends, welcome back. This is Lakshmi Krishna and you're watching നാടൻ അടുക്കള. അപ്പോൾ ഒരു നല്ല നാടൻ വിഭവം LK സ്റ്റൈലിൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ഞാനൊരു നല്ല നെല്ലിക്ക അച്ചാറാണ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. അതിനായിട്ട് ഇപ്പോൾ ഞാനൊരു 1/4 കിലോ നെല്ലിക്ക എടുത്തിട്ട് അതിൻ്റെ അല്ലികൾ ഇതുപോലെ അടർത്തി വെച്ചിട്ടുണ്ട്. ഇത് വേവിച്ച നെല്ലിക്കയൊന്നുമല്ല, പച്ചയ്ക്ക് തന്നെ അതിൻ്റെ അല്ലികൾ അടർത്തിയെടുത്തതാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് അടർത്തിയെടുക്കുന്നതെന്ന് ഡൗട്ട് ഉണ്ടെങ്കിൽ ഇതേ നോക്കിക്കോളൂ. ഈ നെല്ലിക്കയിൽ ഓരോ അല്ലീനിടയിലെയും ഓരോ വര ഉണ്ടാവുമല്ലോ, അവിടെ നിന്ന് നമ്മൾ ഒരു കത്തി ഉപയോഗിച്ചിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ആഴത്തിൽ മുറിച്ച് കൊടുക്കുക. അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ള ആ വരയിലൂടെയും ഇതുപോലെ തന്നെ നല്ല ആഴത്തിലൊരു സ്ലിറ്റ് ഇട്ടതിന് ശേഷം ഈ കത്തി കൊണ്ട് ലൈറ്റായിട്ടൊന്ന് തെന്നി മാറ്റി കൊടുത്താൽ ഈ ഫ്ലവർ അതിൻ്റെ അല്ലികളിങ്ങനെ ഇളകി വരും കേട്ടോ. ഇതേ കണ്ടില്ലേ, ഇതുപോലെ ഇതേ രീതിയിൽ മുഴുവൻ നെല്ലിക്കയുടെ അല്ലിയും ഇതുപോലെ തന്നെ നമുക്ക് ഇളക്കിയെടുക്കാം. ഇതേ കണ്ടില്ലേ, ഇതുപോലെ വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. ഓരോ നെല്ലിക്കേൻ്റെ അല്ലീൻ്റെ അടുത്തും ഒരു ചെറിയ ലൈൻ പോലെ ഉണ്ടാവും. ആ ലൈനിൻ്റെ മുകളിലോട്ട് നമ്മൾ കറക്റ്റായിട്ട് കത്തി കൊണ്ട് ഇങ്ങനെ വരഞ്ഞിട്ട് ഒന്ന് തെന്നി കൊടുത്താൽ മാത്രം മതിയാവും. ഈ അല്ലികളൊക്കെ തന്നെ അടർത്തിയെടുക്കാൻ നമുക്ക് സാധിക്കും. വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ രീതിയിൽ മുഴുവൻ നെല്ലിക്കയുടെയും അല്ലികൾ നമ്മളിങ്ങനെ അടർത്തിയെടുക്കുക. അവസാനം വരുന്ന സീഡിൻ്റെ ഭാഗം ഇതുപോലെ 2 ഭാഗത്തു നിന്നും ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഒന്ന് തെന്നി മാറ്റി കൊടുത്താൽ മതി. കുരുവും അതുപോലെ തന്നെ ഇളകി വന്നോളും. ഈ രീതിയിൽ മുഴുവൻ നെല്ലിക്കയും നമുക്കിതുപോലെ അതിൻ്റെ കുരു മാറ്റിയെടുക്കാം കേട്ടോ. ഇതുപോലെ ഒന്ന് വരഞ്ഞു കൊടുക്കുക. ആ നെല്ലിക്കയിലുള്ള വരയിൽ അതുപോലെ തന്നെ വരച്ച് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഇളക്കിയെടുക്കാൻ സാധിക്കും. ഇതിപ്പോൾ പിഞ്ച് നെല്ലിക്ക ആയതുകൊണ്ടാണ് നമ്മളങ്ങനെ ഇളക്കുമ്പോൾ കുരുവും കൂടെ ഇങ്ങനെ പൊട്ടി വരുന്നത്. നല്ല മൂത്ത നെല്ലിക്കയാണെങ്കിൽ കുരു തന്നെ അടർന്ന് വന്നോളൂ കേട്ടോ. ഇതിപ്പോൾ നല്ല പിഞ്ച് നെല്ലിക്കയാണ് എൻ്റെ കയ്യിലുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ അടർത്തിയെടുക്കുമ്പോൾ സീഡും കൂടെ ഇതുപോലെ പൊട്ടി വരും. അങ്ങനെയാണെങ്കിൽ ആ ഉള്ളിലിടുന്ന സീഡെടുത്ത് മാറ്റിക്കോളൂ. ഇതുപോലെ മുഴുവൻ നെല്ലിക്കയും നമുക്ക് അല്ലികളായിട്ട് അടർത്തിയെടുക്കണം. അപ്പോൾ ഈ രീതിയിൽ അച്ചാർ തയ്യാറാക്കണമെങ്കിൽ ഇതുപോലെ അല്ലികളായിട്ട് അടർത്തിയെടുത്താൽ മാത്രമേ നമുക്ക് അച്ചാറിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. മുഴുവൻ നെല്ലിക്കയായിട്ടാണ് ഇടുന്നതെങ്കിൽ നമ്മൾ വേറൊരു രീതിയിലാണ് ഇടുക. കേടായ നെല്ലിക്കയൊന്നും ഉപയോഗിക്കാൻ പാടില്ല കേട്ടോ. നല്ലത് മാത്രം എടുക്കുക. ഇതുപോലെ അല്ലികൾ മാത്രമായിട്ട് അടർത്തിയെടുക്കുക. ഈ രീതിയിൽ അച്ചാർ തയ്യാറാക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. നമുക്ക് പിറ്റേ ദിവസം മുതൽ തന്നെ അച്ചാർ യൂസ് ചെയ്യാൻ സാധിക്കും കേട്ടോ. ഈ രീതിയിലാണ് തയ്യാറാക്കുന്നതെങ്കിൽ. ഇപ്പം ഞാൻ മുഴുവൻ നെല്ലിക്കേൻ്റെയും കുരുവൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇതേ നോക്കി, അതിൻ്റെ സീഡൊക്കെ നമ്മൾ മാറ്റിയെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഫ്ലവർ അതിൻ്റെ അല്ലികൾ മാത്രമാണ് ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ളത്. അപ്പോൾ ഈ നെല്ലിക്കേൻ്റെ അല്ലികൾ വെച്ചിട്ട് എങ്ങനെയാണ് നല്ല സ്വാദിഷ്ടമായ അച്ചാർ ഉണ്ടാക്കണമെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം ഞാൻ വേവിക്കുന്നൊന്നും ഇല്ല കേട്ടോ. ഇതിപ്പോൾ നമ്മൾ ഈ രീതിയിൽ ഫ്ലോററ്റ്സ് ആക്കി എടുത്തതിന് ശേഷം ഡയറക്റ്റായിട്ട് ഇതിലേക്ക് ഉപ്പിട്ട് ഒരു ദിവസം സൂക്ഷിക്കാനാണ് പോകുന്നത്. അപ്പോൾ ഈ അല്ലികളിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നെല്ലിക്ക അച്ചാറായതുകൊണ്ട് ഒരല്പം കൂടുതൽ ഉപ്പ് ചേർക്കേണ്ടതായിട്ട് വരും കേട്ടോ. അപ്പോൾ ഞാൻ ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ ഉപ്പൊക്കെ നെല്ലിക്കയിലേക്ക് നന്നായിട്ട് പിടിക്കുന്നത് പോലെ കൈകൊണ്ട് തന്നെ നമ്മൾ നന്നായിട്ടൊന്ന് തിരുമ്മി യോജിപ്പിച്ച് കൊടുക്കുക. വേറെ ഇതിലേക്ക് വെള്ളം ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഈ ഉപ്പ് മാത്രം ഒന്ന് തിരുമ്മി യോജിപ്പിച്ച് കൊടുത്താൽ മതിയാവും. ഇനിയിപ്പോൾ നമുക്കിത് ഒരു കുപ്പിയിലാക്കി ഒരു ദിവസം മുഴുവൻ വെച്ചിരിക്കണം കേട്ടോ. അതിനായിട്ട് ഞാനിപ്പോൾ ഈ നെല്ലിക്കയുടെ അല്ലികളെല്ലാം തന്നെ ഒരു ഗ്ലാസ് ജാറിലോട്ടാക്കി ഒരു ദിവസം സൂക്ഷിക്കാൻ പോവുകയാണ്. ഇതിപ്പോൾ അല്ലികളെല്ലാം ഗ്ലാസ് ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ജാറിൻ്റെ മുകളിലൂടെ ഒരല്പം ഉപ്പ് നമുക്ക് ഇട്ട് കൊടുക്കണം. ഈ ഉപ്പ് കുറച്ച് നേരം കഴിയുമ്പോഴേക്കും അലിഞ്ഞ് താഴേക്ക് ഇറങ്ങിക്കോളൂ കേട്ടോ. മുകളിലിങ്ങനെ ഇട്ട് കൊടുത്താൽ മാത്രം മതിയാവും. ഈ രീതിയിൽ നമ്മൾ നെല്ലിക്കയുടെ അല്ലികൾ മുഴുവൻ ഉപ്പിട്ട് ഒരു ദിവസം സൂക്ഷിക്കും. അടുത്ത ദിവസമാണ് നമ്മളിത് അച്ചാറുണ്ടാക്കുക. ഇതിപ്പോൾ ഞാൻ രാവിലെ നെല്ലിക്കയിൽ ഇങ്ങനെ ഉപ്പിട്ട് കുപ്പിയിലാക്കി സൂക്ഷിക്കുന്നുണ്ട്. നാളെയാണ് ഇത് അച്ചാറാക്കാൻ പോകുന്നത്. ഒരു ദിവസം മുഴുവൻ ഇതിങ്ങനെ കുപ്പിയിൽ തന്നെ ഇരിക്കട്ടെ. അപ്പോൾ ഈ നെല്ലിക്കയിലേക്ക് ഉപ്പൊക്കെ പിടിച്ചിട്ട് നല്ല ടേസ്റ്റായിട്ട് റെഡിയായിട്ട് വരും കേട്ടോ.
സാധാരണ നമ്മൾ അച്ചാർ ഉണ്ടാക്കുമ്പോൾ നെല്ലിക്ക വേവിച്ചിട്ടാണ് ഉപ്പിലിടുക. ഇത് നമ്മൾ ആദ്യമേ ഉപ്പിലിട്ട് വെച്ചതിന് ശേഷമാണ് അത് വേവിക്കുന്നതും കറി തയ്യാറാക്കുന്നതും ഒക്കെ. ഇതിപ്പോൾ ഒരു ദിവസം സൂക്ഷിച്ച നെല്ലിക്കയാണ്. പിന്നെ നമുക്കിത് എങ്ങനെയാണ് അച്ചാർ ഉണ്ടാക്കണമെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു ചട്ടി ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂണോളം നല്ലെണ്ണ ചേർത്ത് കൊടുക്കുന്നു. അച്ചാർ ഉണ്ടാക്കാൻ നല്ലത് നല്ലെണ്ണ തന്നെയാണ്. അപ്പോൾ ഈ എണ്ണ ചക്കിലാട്ടിയ നല്ല ശുദ്ധമായ നല്ലെണ്ണയാണ്. അതുകൊണ്ട് തന്നെ ഒരല്പം പുകഞ്ഞ് വരും കേട്ടോ. ഇത് അത് നന്നായിട്ട് പുകഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ ബാക്കി ഇൻഗ്രീഡിയൻസൊക്കെ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. ഈ എണ്ണ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്ത് നന്നായിട്ടൊന്ന് പുക വരുന്നവരെ ചൂടാക്കണം. കാരണം നമ്മൾ ചെക്കിൽ ഈ എള്ള അരച്ച് എണ്ണയാക്കുമ്പോഴേക്കും അവർ കുറച്ച് വെള്ളം തളിച്ചു കൊടുക്കാറുണ്ട്. അപ്പോൾ ആ വെള്ളം ഒന്ന് വേപ്പറായിട്ട് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ രീതിയിലൊന്ന് ഇളക്കി ചൂടാക്കി എടുക്കുന്നത്. ഈ രീതിയിൽ നമ്മൾ ഇളക്കി ഒന്ന് നന്നായിട്ട് പുക വരുന്നത് വരെ ചൂടാക്കി എടുക്കുമ്പോൾ ആ എണ്ണയിലുള്ള ജലാംശം മുഴുവൻ പോകും കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഞാൻ അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ കടുക് നന്നായിട്ടൊന്ന് പൊട്ടി വരട്ടെ. കടുക് നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, ശുദ്ധമായ നല്ലെണ്ണ ആയതുകൊണ്ടാണ് ഇങ്ങനെ പത പോലെ വരുന്നത് കേട്ടോ. ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ 2 പച്ചമുളകും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരല്പം നല്ല ഫ്രഷ് കറിവേപ്പിലയും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരിത്തിരി കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾ ഇന്നലെ ഉപ്പിലിട്ട് വെച്ചിരുന്ന നെല്ലിക്ക ഉണ്ടല്ലോ, ഇത് നോക്കിയപ്പോൾ അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഒരല്പം ഉപ്പൊക്കെ പിടിച്ചിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക്. ഇനി ഈ നെല്ലിക്ക നമുക്ക് ഈ താളിപ്പിലേക്ക് ചേർത്ത് കൊടുക്കാം. മുഴുവൻ നെല്ലിക്കയും നമുക്ക് ഈ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കണം. ഇനി ഈ നെല്ലിക്ക കഷ്ണങ്ങളൊക്കെ തന്നെ ഈ താളിപ്പിലോട് കിടന്ന് നന്നായിട്ടൊന്ന് വെന്ത് വരണം. വെള്ളമൊന്നും നമ്മൾ ചേർക്കില്ല. ഇതേ രീതിയിലൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്ത് കുക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യാറ്. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. ഈ രീതിയിൽ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം ഒരു 5 മിനിറ്റ് നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ ഈ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് ഉപ്പ് പിടിച്ചാണ് ഇരിക്കുന്നത് കേട്ടോ. ഇതിപ്പോൾ ഈ രീതിയിൽ തന്നെ നമുക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഒരു 5 മിനിറ്റ് നമുക്കൊന്ന് മൂടി വെച്ച് കൊടുക്കാം. 5 മിനിറ്റിനുള്ളിൽ തന്നെ നമ്മുടെ നെല്ലിക്ക കഷ്ണങ്ങളൊക്കെ വെന്ത് കിട്ടും കേട്ടോ. ഇതിനൊക്കെ കളറൊക്കെ മാറി വെന്ത് വന്നിട്ടുണ്ട്. 5 മിനിറ്റോളം ഞാൻ മൂടി വെച്ചിട്ടുണ്ടായിരുന്നു. ആവശ്യത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇത് കാണുന്നില്ലേ, കളറൊക്കെ മാറി വന്നിട്ടുണ്ട്, കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് മനസ്സിലാക്കാമെന്ന് വെച്ചാൽ നമ്മളിതൊരു സ്പൂൺ വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ അതിങ്ങനെ നന്നായിട്ട് അനായാസം നമുക്ക് കട്ട് ചെയ്യാൻ സാധിച്ചാൽ അത് വെന്തൊന്ന് മനസ്സിലാവുമല്ലോ. ഇതിപ്പോൾ നോക്കി വെന്ത് വന്നിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, പെട്ടെന്ന് തന്നെ അത് കട്ടായി വരുന്നുണ്ട്. അതിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ അത് വെന്തു എന്നാണ്. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് അച്ചാറിലേക്ക് ആവശ്യമുള്ള പൊടികളൂടെ ഒന്ന് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നു. അതോടൊപ്പം തന്നെ 1 ടീസ്പൂൺ നമുക്ക് മുളക് പൊടിയുടെ ചേർത്ത് കൊടുക്കാം. ഇത് ചെറിയ സ്പൂണിലൊരു സ്പൂണാണ്. ഇപ്പോൾ നമുക്ക് 1 സ്പൂൺ ചേർത്ത് കൊടുത്തിട്ട് പിന്നീട് ആവശ്യമുണ്ടെങ്കിൽ ഇച്ചിരി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാനൊരു 1/2 ടീസ്പൂൺ കായപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നെല്ലിക്ക അച്ചാറിലേക്ക് നമ്മൾ ഉലുവാപ്പൊടി ചേർക്കില്ല കേട്ടോ. മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കായപ്പൊടിയും മാത്രമേ ചേർക്കുള്ളൂ. ഇനിയിപ്പോൾ ഈ പൊടികളിലേക്ക് ആവശ്യമുള്ളൊരല്പം ഉപ്പും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നെല്ലിക്ക അച്ചാറായതുകൊണ്ട് തന്നെ ഒരല്പം ഉപ്പ് കൂടുതൽ നമുക്ക് യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. നന്നായിട്ടൊന്ന് പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നത് വരെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഒരു 1-2 മിനിറ്റിനുള്ളിൽ തന്നെ അത് മാറിക്കിട്ടും കേട്ടോ. ഇപ്പോൾ മുളക് പൊടി ഒരല്പം കുറവാണ്, അതുകൊണ്ട് തന്നെ നമുക്കൊരല്പം ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ ഒരല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഏതാണ്ട് നമ്മൾ 1.5 ടീസ്പൂൺ മുളക് പൊടിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്.
അപ്പോൾ ഈ അച്ചാർ നമുക്ക് ഈ രീതിയിൽ തയ്യാറാക്കി കഴിഞ്ഞാൽ ഉടനെ തന്നെ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. കാരണം നമ്മുടെ കഷ്ണങ്ങളിലൊക്കെ ഉപ്പ് നന്നായിട്ട് പിടിച്ചാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ തന്നെ നമുക്കിത് അച്ചാറായിട്ട് യൂസ് ചെയ്യാം. നമ്മുടെ ടേസ്റ്റി നെല്ലിക്ക അച്ചാർ ഇതേ തയ്യാറായി വന്നിട്ടുണ്ട്. ഇതിപ്പോൾ ചാറൊന്നും ഇല്ലാത്ത നല്ല കുറുകിയ ചാറോട് കൂടിയ ഒരു അച്ചാറാണ്. ഇതിനിപ്പോൾ നിങ്ങൾക്ക് ചാറായിട്ടാണ് വേണ്ടതെങ്കിൽ ഈ സമയത്തൊരല്പം ചൂടുവെള്ളം കൂടെ ചേർത്ത് കൊടുത്താൽ മതിയാവും. തിളപ്പിച്ചാറിയ വെള്ളം ഒരല്പം ചേർത്ത് കൊടുത്ത് ഒന്ന് തിളപ്പിച്ചെടുക്കാം. പക്ഷേ ഞങ്ങൾക്കിവിടെ ഈ രീതിയിൽ എടുക്കുന്നതാണ് ഇഷ്ടം, അതുകൊണ്ട് തന്നെ ഈ രീതിയിൽ എടുക്കുന്നു. ഇതിപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഉടനെ തന്നെ ഒരു പാത്രത്തിലേക്ക് മാറ്റുന്നത്. സാധാരണ ഈ അച്ചാർ തയ്യാറാക്കി കഴിഞ്ഞിട്ട് തയ്യാറാക്കിയ അതേ പാത്രത്തിൽ തന്നെ ഒരു ദിവസം മുഴുവൻ മൂടി വെച്ചതിന് ശേഷം അടുത്ത ദിവസമാണ് അത് നമ്മൾ കുപ്പിയിലേക്ക് മാറ്റി ഫ്രിഡ്ജിലേക്ക് സൂക്ഷിക്കുക. അപ്പോൾ ഈ രീതിയിൽ തയ്യാറാക്കിയെടുക്കുന്ന അച്ചാർ ഒരു ദിവസം നമ്മൾ പുറത്ത് വെച്ചെടുത്തതിന് ശേഷം ഫ്രിഡ്ജിലാക്കി സൂക്ഷിച്ചാൽ ഒരുപാട് നാൾ കേടാവേണ്ടിയിരിക്കും. പുറത്ത് വയ്ക്കാൻ പറ്റില്ല കേട്ടോ, കാരണം നമ്മളിതിൽ വിനെഗർ ഒന്നും ചേർക്കുന്നില്ല. അതുകൊണ്ട് തന്നെ പുറത്തിരുന്നാൽ പെട്ടെന്ന് നാശമായി പോകും. ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ മാസങ്ങളോളം ഒരു കേടുമില്ലാണ്ട് നമുക്ക് നല്ല സ്വാദിഷ്ടമായ അച്ചാർ ഉപയോഗിക്കാൻ സാധിക്കും കേട്ടോ. അപ്പോൾ ഇതേ രീതിയിൽ നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കൂ. വ്യത്യസ്തമായ രീതിയിലാണ് തയ്യാറാക്കിയതെങ്കിലും ടേസ്റ്റിൽ ഭയങ്കര മുന്നിലുള്ള ഒരച്ചാറാണിത്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കൂ, നിങ്ങൾക്ക് ഇഷ്ടമാവും കേട്ടോ. നെല്ലിക്ക അച്ചാറിന് ഇത്രയും സ്വാദുണ്ടാവും നിങ്ങൾക്ക് ഈ രീതിയിൽ തയ്യാറാക്കി നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അത്രയ്ക്ക് സ്വാദിഷ്ടമായ കുട്ടികൾ പോലും ഇഷ്ടപ്പെടുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അച്ചാറാണിത്. ഈ രീതിയിൽ നിങ്ങളും തയ്യാറാക്കി നോക്കുക, നിങ്ങൾക്ക് ഇഷ്ടമാവും. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കണ്ട. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ചാനലിലൂടെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മാത്രമല്ല സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ഓൾ എന്ന ബട്ടണിലൂടെ ക്ലിക്ക് ചെയ്തോളൂ. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടനെ കിട്ടുള്ളൂ. അപ്പോൾ വീണ്ടും ഇതുപോലുള്ള സിമ്പിൾ ഈസി ആൻഡ് ടേസ്റ്റി റെസിപ്പീസുമായി വരുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ്.